അങ്ങനെ PV അൻവറും സ്വന്തം ഉടമസ്ഥതയിൽ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ പോകുന്നു. തൽക്കാലം പാർട്ടിയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. മെയ് 2ാം വാരത്തിൽ പാർട്ടിയിൽ കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകും. അന്ന് പേര് പ്രഖ്യാപിക്കും. എന്തായാലും ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതായി കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ PV അൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുമായി തൃണമൂൽ കോൺഗ്രസ് അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ രീതിയോട് തനിക്ക് താല്പര്യമില്ലെന്നും രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു പോകാനാണ് താല്പര്യമെന്നും PV അൻവർ തന്നെ പറയുന്നു. ഇക്കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, PV അൻവറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്നും PV അൻവർ വ്യക്തമാക്കി. എന്തായാലും UDFിൽ ആണ് PV അൻവറിൻ്റെയും പ്രതീക്ഷ. ബേപ്പൂരിൽ വിജയിച്ചില്ല എങ്കിൽ പോലും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തനിക്കും നിർണായകമായ ഒരു പദവി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം തൃണമൂൽ കോൺഗ്രസ് വേണ്ട, സ്വന്തം പാർട്ടിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം. 2 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഇടതു മുന്നണിയുമായുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. ചെറിയ തരത്തിൽ തുടങ്ങിയ പിണക്കം പിന്നീട് ആ മുന്നണി വിടുന്നതിൽ വരെ എത്തിച്ചേർന്നിരുന്നു. അന്നു മുതൽ വലിയ ശത്രുതയിലായിരുന്ന CPIഎമ്മുമായി ഇപ്പോഴും ആ ശത്രുത തുടരുകയാണ്. ഇനി UDF അധികാരത്തിൽ വന്നതിന് ശേഷം വേണം CPIഎമ്മിനെതിരെ ബാക്കിയുള്ള കണക്കുകൾ തീർക്കാൻ എന്ന നിലപാടിൽ തന്നെയാണ് PV അൻവറും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന വ്യവസായങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന വ്യവസായങ്ങൾ പലതും അസ്തമിച്ചിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പകുതി വഴിയിൽ നിന്നു പോയിരിക്കുകയാണ്. അത് കഴിയുമെങ്കിൽ UDF അധികാരത്തിൽ വരുന്നതോടെ പുനഃസ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തണം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ തരത്തിൽ മറ്റഭിപ്രായങ്ങളൊന്നും പറയാതെ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ വെളിപ്പെടുത്താതെ UDFന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ PV അൻവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം പാർട്ടി, ഇനി ഈ സ്വന്തം പാർട്ടിയിലേക്ക് അണികളെ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. ഇടതു മുന്നണിയോടൊപ്പം നിന്ന ആളുകൾ വരുമോ, അല്ലെങ്കിൽ സ്ഥാൻ സ്വതന്ത്രനായി നിലമ്പൂരിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ആളുകളുടെ പിന്തുണ ഇനിയും ലഭിക്കുമോ സ്വന്തം പാർട്ടിയായി വരുമ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. മാത്രവുമല്ല, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തനിക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത പുതിയ പാർട്ടിയിലൂടെ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും PV അൻവർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ തീരുമാനിച്ചത് തന്നെ ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. സമീപകാലത്തൊന്നും തന്നെ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളോ ചിന്തകളോ ഒന്നും തന്നെ ഉയർന്നിട്ടില്ല. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അവസരത്തിലാണ് PV അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള രംഗപ്രവേശം. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമായിരിക്കും പുതിയ പാർട്ടിക്ക് പേരും ചിഹ്നവുമൊക്കെ കണ്ടെത്തുക. നിലവിൽ വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷ PV അൻവറിനുണ്ട്. മാത്രവുമല്ല, ലീഗിൻ്റെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സഹായം ലഭിക്കുമെന്നും PV അൻവർ കരുതുന്നുണ്ട്. കാരണം PV അൻവർ എപ്പോഴൊക്കെ ഇടതു മുന്നണിയിൽ നിന്നും വഴുതി മാറി പുറത്തേക്ക് വന്ന് UDFനൊപ്പം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ചെറിയ തരത്തിലെ സഹായം കിട്ടിയത് ലീഗിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ലീഗിൻ്റെ പിന്തുണ കൂടി ലഭിച്ചതുകൊണ്ടാണ് ബേപ്പൂരിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത മത്സരമാണ് ബേപ്പൂരിൽ നടന്നതെന്ന് PV അൻവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഫലത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല എങ്കിൽ പോലും അവിടെ നിന്ന് കിട്ടിയ ഊർജം, ബേപ്പൂരിൽ നിന്ന് കിട്ടിയ ഊർജം പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ബേപ്പൂരിൽ മാത്രമല്ല, മലപ്പുറത്ത് മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും പാർട്ടിക്ക് ശക്തമായ നേതൃത്വമുണ്ടായിരിക്കും, അണികളുണ്ടായിരിക്കും,
വലിയ തരത്തിലുള്ള പ്രവർത്തകരുണ്ടായിരിക്കും എന്നൊക്കെ PV അൻവർ പറയുമ്പോഴും കാര്യങ്ങൾ പറയുന്നതൊക്കെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിനെതിരെ. നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസും അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ വല്ലാതെ കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവം തൃണമൂൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് താൻ തൃണമൂൽ കോൺഗ്രസ് വിടുന്നതെന്ന് PV അൻവർ പറയുന്നു. മറ്റൊരു കാര്യം പറയുന്നത്, താൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലെ സഹായവും ഉണ്ടായില്ല. അങ്ങനെ സഹായം ലഭിക്കാത്ത ഒരു പാർട്ടിക്കൊപ്പം തുടർന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ UDFനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ UDFൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പാർട്ടിക്ക് രൂപം നൽകാൻ താൻ തീരുമാനിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ വ്യക്തമാക്കിയത്. എന്തായാലും PV അൻവറിനോടൊപ്പം ആൾബലം ഉണ്ടാകുമെന്ന് PV അൻവറിന് വിശ്വാസമുണ്ടെങ്കിലും ലീഗിനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDFലെ ഘടകകക്ഷികൾക്കോ ഇതൊരു ഭീഷണിയായി മാറില്ല എന്നാണ് ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ വിശ്വാസം.